നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ കുറച്ച് നിമിഷങ്ങൾ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ എപ്പോഴും എന്നേക്കും ആമേൻ. സർവശക്തനായ ദൈവമേ, അവിടുത്തെ പ്രിയപുത്രനായ ഈശോയുടെ നാമത്തില് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷവുമായി കഴിഞ്ഞൊരു വർഷം മുഴുവൻ ഞങ്ങൾക്ക് യാത്ര ചെയ്യുവാനായിട്ട് വിശുദ്ധ യോഹന്നാനോട് ചേർന്ന് ഈശോ അറിയിച്ച ഈശോയുടെ ഈ സുവിശേഷത്തിന്റെ ആഴങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു പോകാനായിട്ട് പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ഇടവരുത്തുന്നതിനായിട്ട് നന്ദി. സ്ലീഹന്മാരോടൊപ്പം പരിശുദ്ധ അമ്മയോട് ചേർന്ന് സകല വിശുദ്ധരോടൊപ്പം സ്വർഗീയ മാലാഖമാരോടൊപ്പം ഭാഗ്യപ്പെട്ട പിതാവിനോടൊപ്പം അങ്ങനെ സകല ശ്ലൈഹിക വിശുദ്ധരോട് ചേർന്ന് വിശുദ്ധ യോഹന്നാനോട് തന്നെ ചേർന്ന് സുവിശേഷത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാൻ ഞങ്ങൾക്ക് തരുന്ന അവസരങ്ങൾക്കായിട്ട് നന്ദി. ഇന്ന് ഫൈനൽ എക്സാമിന് വേണ്ടി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. എല്ലാവരുടെ ബുദ്ധിയും പ്രകാശിപ്പിക്കണമേ. എല്ലാവർക്കും ധാരാളം ജ്ഞാനത്തെ പകരുമാറാകണമേ. കൃത്യസമയത്ത് എഴുതുവാനും പൂർത്തീകരിക്കുവാനുമുള്ള വലിയ കൃപ എല്ലാവരുടെ മേലും പകരുവാനായി പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തുവേ, ഈ നിന്റെ മക്കളെ എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ ടെൻഷനുകളും വെടിഞ്ഞ് പെട്ടെന്ന് ഉത്തരം എഴുതാൻ വേണ്ടിയ അഭിഷേകം എല്ലാ മക്കളുടെ മേലും വ്യാപരിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായത്തിന്റെ ക്ലാസ്സുകൾ പൂർത്തീകരിച്ചവർക്ക് അതിന്റെ ഫൈനൽ എക്സാമിലേക്ക് സ്വാഗതം. 3 കാര്യങ്ങൾ എക്സാമിന് പ്രിപ്പയർ ആകുമ്പോൾ ചെയ്യുക. നിങ്ങൾ എടുത്തിരിക്കുന്ന പേപ്പറിന്റെ മേളിൽ നിങ്ങളുടെ പേരും ഫോൺ നമ്പരും എഴുതുക. എല്ലാ പുറത്തും മറുപുറത്തും എല്ലാ പുറത്തും പേരും ഫോൺ നമ്പരും എഴുതുവാനായിട്ട് ശ്രമിക്കുക. ഫോൺ നമ്പർ എഴുതി കഴിഞ്ഞുവെങ്കിൽ നിങ്ങൾക്ക് ചോദ്യം ആരും എഴുതേണ്ട. ചോദ്യം ഞങ്ങളുടെ കയ്യിലുണ്ട്, നമ്മുടെ കയ്യിലുണ്ട്. ഉത്തരം മാത്രം എഴുതിയാൽ മതിയാകും. ഓക്കെ, ചോദ്യം ആരും എഴുതേണ്ട, ഉത്തരം മാത്രം എഴുതിയാൽ മതിയാവും. അപ്പം നമ്മൾ ഈ ഉത്തരം എഴുതുന്നതിനിടയിൽ ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3, 4, 5 അങ്ങനെ പോവുകയാണ്. അപ്പം ഉത്തരം കിട്ടാത്ത ഉണ്ടെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം 4ന്റെ ഉത്തരം നിങ്ങൾക്ക് അറിയില്ല, 4 നമ്പർ ഇട്ടിട്ട് അവിടെ ഒഴിച്ചിട്ടേക്കുക. 5ന്റെ ഉത്തരം എഴുതുക. ഇനി 6ന്റെ ഉത്തരം അറിയത്തില്ല, 6 ഒഴിച്ചിട്ടേക്കുക. 6 എഴുതി അതിന് നേരെ ഒന്നും എഴുതാതിട്ടേക്കുക. 7ന്റെ ഉത്തരം എഴുതുക. അപ്പം ഇങ്ങനെ നമ്പർ ഓർഡറിൽ ആ ഉത്തരങ്ങൾ കിട്ടുന്നതായിരിക്കും. റെഡി ആണല്ലോ അല്ലെ? ഓൾ ഓഫ് യു റെഡി? ഓക്കെ, ഇതാ സ്ക്രീനിൽ വരികയാണ്. കുറച്ചുകൂടി അത് വലുതാക്കിയാൽ കൊള്ളാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ പ്രാവശ്യം വരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാം, ആദ്യത്തേതെല്ലാം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ടതാണ്. വിശദീകരിക്കുകയേ വേണ്ട കേട്ടോ. 20 എണ്ണം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ വേണ്ടിയുള്ളതാണ്. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ഒന്നാമത് നമ്പർ എഴുതുക. യോഹന്നാന്റെ സുവിശേഷത്തിൽ ഏത് അധ്യായത്തിലാണ് യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? In which chapter of Gospel of John does Jesus pray for his disciples? യേശു തന്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഏത് അധ്യായത്തിലാണ് പ്രാർത്ഥിക്കുന്നത്? ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, കയ്യാഫാസിന്റെ ഭാര്യാപിതാവിന്റെ പേരെന്ത്? What was the name of Cephas, Caiaphas' father-in-law? Okay, 2. Again 3. യേശുവിന് പകരം ആരെയാണ് പീലാത്തോസ് വിട്ടയച്ചത്? Whom did Pilate release instead of Jesus? Whom did Pilate release instead of Jesus? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണത്. നിങ്ങൾക്ക് സ്ക്രീനെ നോക്കിയാൽ അത് തന്നെ കാണാൻ പറ്റും കേട്ടോ. ഇപ്പൊ ഒന്നാമത്തെ ഉത്തരം എനിക്കറിയാം. 14ാമത്തെ അധ്യായത്തിലാണ് യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എനിക്കറിയാം. പക്ഷെ ഞാനത് പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് തെറ്റിപ്പോരുതല്ലോ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, എവിടെയാണ് യേശുവിനെ ക്രൂശിച്ചത്? Where was Jesus crucified? ഇതൊക്കെ ആർക്കും അറിയത്തില്ല. Where was Jesus crucified? Number 4. Okay, അഞ്ചാമത്തേത്,
കുരിശിന്റെ കുറുകെയുള്ള ഭാഗത്തെ എന്തു വിളിക്കുന്നു? ഞാൻ അതിനൊരു പദമൊക്കെ പറഞ്ഞത്. What is the horizontal section of the cross called? What is the horizontal section of the cross called? കുരിശിന്റെ കുറുകെയുള്ള ഭാഗത്തെ വിളിക്കുന്നത് 5. സ്പ്ലൈറിയനിയോണ്, അങ്ങനെ എന്തോ ആയിരുന്നു അല്ലെ. 6ാമത്തെ, ഉയർപ്പിന് എത്ര ദിവസങ്ങൾക്ക് ശേഷമാണ് തോമസ് ലീഹയ്ക്ക് യേശു പ്രത്യക്ഷനായത്? ആഫ്റ്റർ റിസറക്ഷൻ, how many days did Jesus take to appear in front of Thomas the apostle? എല്ലാം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതിയാൽ മതി കേട്ടോ. ഓക്കെ. ഹെരോദോസ് 7ാമത്തെയാണ്. ഹെരോദോസ് ഏത് സ്ഥലത്തെ ഗവർണർ ആയിരുന്നു? ഹെറോദ് വാസ് ഗവർണർ ഓഫ് വിച്ച് പ്ലേസ്? ഓക്കെ. 8ാമത്തെയാണ്. എവിടെ വെച്ചാണ് യഹൂദന്മാർ യേശുവിനെ പിടിച്ചത്? Where did Jews arrest Jesus? 9ാമത്തെയാണ്. ഓക്കെ. എവിടെ വെച്ചാണ്? 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എവിടെ വെച്ചാണ് പത്രോസ് ആദ്യം യേശുവിനെ തള്ളി പറഞ്ഞത്? Where did Peter first deny Jesus? Or where did Peter deny Jesus first? Question number 9. 10 ആണ്. 10. യേശുവിന്റെ വസ്ത്രം പടയാളികൾ എത്ര ഭാഗമായി ഭാഗിച്ചു? How many pieces did soldiers divide Jesus' garments into? How many pieces was there? Question number 11. ഷീമോൻ പത്രോസ് വലത് ചെവി ഛേദിച്ച പ്രധാന പുരോഹിതന്റെ ഭൃത്യന്റെ പേരെന്ത്? What is the name of the high priest servant whose ear was cut off by Simon Peter? What is the name of the high priest servant whose ear was cut off by Simon Peter? 12 എന്ന് എഴുതുക. 12. മഹത്വത്തിന്റെ പുസ്തകം ഏത്? Which is the book of glory? മഹത്വത്തിന്റെ പുസ്തകം ഏത്? ഓക്കെ. 13. യോഹന്നാൻ സ്നാപകൻ സ്നാനം നൽകിയ സ്ഥലം ഏത്? Where was John the Baptist baptized? Where was John the Baptist was baptized? Was giving baptism. അതാണ്. Where was John the Baptist was giving baptism? 14. തിബരിയാസിന്റെ പഴയ പേര്. What was Tiberias' old name? What was Tiberias' old name? തിബരിയാസിന്റെ പഴയ പേര്. ഓക്കെ. 15. ബെത്സേദ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? What is the meaning of the word Bethsaida? ബേത്ത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയിൽ ചോദിച്ചതൊക്കെ ചോദിക്കുകയാണ്. ശീലോഹ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? What is the meaning of the word Siloha? 16. സിലോഹ എന്ന വാക്കിന്റെ അർത്ഥം. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ. പാരാക്ലീറ്റോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? പാരാക്ലീറ്റോസ്. What is the meaning of the word Parakletos? ഒരു സ്പൈറിയോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്?
18 ആണ്. How much is 1 sparion? 18 ആണ്. How much is 1 sparion? How much is a sparion? ഒരു സ്പൈറിയോൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 19ാമത്തെ ക്വസ്റ്റ്യൻ. പീലാത്തോസ് വിധി കൽപ്പിക്കാനിരുന്ന സ്ഥലത്തിന്റെ പേര്, കൽപ്പിച്ച സ്ഥലത്തിന്റെ പേരെന്ന്. Where did Pilate declare his judgment? What is the name of the place where Pilate was declaring his judgment? ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. Where did Pilate declare his judgment? പീലാത്തോസ് വിധി കേൾപ്പിക്കാൻ ഇരുന്ന സ്ഥലത്തിന്റെ പേരെന്ത്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കിദ്രോൺ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? What does the word കിദ്രോൺ mean? കിദ്രോൺ എന്ന വാക്കിന്റെ അർത്ഥം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സെഷൻ കവർ ചെയ്യുന്നു. 20ാമത്തെ ഇതായിട്ട് അവസാനിക്കുകയാണ്. ഓക്കെ, 21 ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ഓക്കെ, ഡാഷിൽ നിന്നുള്ളവൻ എന്റെ സ്വരം കേൾക്കുന്നു. എവരിവൺ that is of the dash hears my voice. ഡാഷിൽ നിന്നുള്ളവൻ എന്റെ സ്വരം കേൾക്കുന്നു. Everyone that is of the dash hears my voice. അപ്പൊ ആ ഡാഷ് മാത്രം പൂരിപ്പിച്ചാൽ എന്നാത്തിൽ നിന്നുള്ളവനാ എന്റെ സ്വരം കേൾക്കുന്നത്. ഓക്കെ, ഷീമോൻ പത്രോസ്, ഇതെല്ലാം ഒറ്റ വാക്കിലും എഴുതിയാൽ മതി. ഓക്കെ, ഷീമോൻ പത്രോസ് വലിച്ചു കയറ്റിയ വലയിൽ ഡാഷ് വലിയ മീനുകൾ ഉണ്ടായിരുന്നു. In the net that Simon Peter had drawn, there were dash large fishes. Filling the blanks. 23 ഞാൻ പോകുന്നില്ലെങ്കിൽ ഡാഷ് നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. If I do not go away, dash shall not come unto you. എന്ത് സിമ്പിൾ ആണല്ലേ ഈ പ്രാവശ്യത്ത്. 24 ഇതെല്ലാം ലോകത്തിൽ വെച്ച് സംസാരിക്കുന്നത് ഡാഷ് അതിന്റെ പൂർണ്ണതയിൽ അവർക്കുണ്ടാകാൻ വേണ്ടിയാണ്. I speak in the world so that they may have dash in the fullest form, in its fullest form. ഇതെല്ലാം ലോകത്തിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നത് ഡാഷ് അതിന്റെ പൂർണ്ണതയിൽ ഉണ്ടാകാൻ വേണ്ടിയാണ്. ആഹാരമോ വിശപ്പോ അങ്ങനെ എന്തോ ആരും തോന്നുന്നു. ഓക്കെ, ഇരുപത്തിയഞ്ച് നിന്നെ ഡാഷിനും എനിക്ക് അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൂടെ? Did you not know that I have authority dash and dash? നിന്നെ ഡാഷിനും എനിക്ക് അധികാരം ഉണ്ടെന്ന് അറിഞ്ഞുകൂടെ? ഡാഷും ഡാഷും എഴുതിക്കോ, 2 ഡാഷ്. നിന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാനും പുറത്തേക്ക് വിടാനും അല്ലെ? ഓ, ഞാൻ ഉത്തരം പറഞ്ഞുപോയി. 26 യോഹന്നാൻ 16-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് ഡാഷ് ഉണ്ടാകാതിരിക്കാനാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. I have told you all this in the 16th chapter of John, so that you may not have dash. യോഹന്നാൻ 16-ാം അധ്യായത്തിൽ ഞാൻ നിങ്ങളോട് നിങ്ങൾക്ക് ഡാഷ് ഉണ്ടാകാതിരിക്കേണ്ടതിനാണ് ഞാൻ ഇതെല്ലാം നിങ്ങളോട് പറഞ്ഞത്. What is the dash? I have told you all this in chapter 16 of John, so that you may have not dash. Okay, 27 ഞാനിതെല്ലാം നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയം ഡാഷ് ആയിരിക്കുന്നു.
യുവർ ഹാർട്ട് ഇസ് ഡാഷ് ബിക്കോസ് ഐ ഹാവ് ടോൾഡ് യു ഓൾ ദീസ് തിങ്സ്. 27, ഞാൻ നിങ്ങളോട് ഇതെല്ലാം, സ്ക്രീൻ നോക്കി എഴുതാം കേട്ടോ. 7 അല്ല, 27 നമ്പർ ഇടേണ്ടത്. ഓക്കെ, 28, നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ഡാഷ്. ഓക്കെ, if you are looking for me, then dash. What is that dash? നിങ്ങൾ എന്നെയാണ് അന്വേഷിക്കുന്നതെങ്കിൽ അത് പറഞ്ഞിട്ട് കർത്താവ് ഒരു കാര്യം പറയുക. നിങ്ങൾ എന്നെ അന്വേഷിക്കുന്ന എന്നെ കാണാൻ ഇവിടെ വരണ്ടെന്നായിരിക്കും അല്ലേ. 29, പിതാവ് എനിക്ക് നൽകിയ ഡാഷ് ഞാൻ കുടിക്കേണ്ടയോ? Should I drink the dash that Father has given me? പിതാവ് എനിക്ക് നൽകിയ ഡാഷ് ഞാൻ കുടിക്കേണ്ടയോ? ഓക്കെ, എന്റെ രാജ്യം 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അതായത് ഈ സെഷനിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, എന്റെ രാജ്യം ഡാഷ് അല്ല. മൈ കൺട്രി ഈസ് നോട്ട് ഡാഷ്. ഓക്കെ, 30 ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് 3-4 വാക്കുകൾ ഉത്തരം എഴുതാനുള്ളതാണ്. മാക്സിമം 3-4 വാക്കുകൾ ഉത്തരം എഴുതുക. അതിൽ കൂടുതൽ ഞങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, അപ്പൊ അതുകൊണ്ട് സമയം കളയരുത്, അതിനെ എഴുതിക്കൊണ്ട്. ഓക്കെ, അതിൽ നമ്മൾ നമ്പർ ഇടും 31 എന്നായിട്ടുണ്ട് കേട്ടോ. 31, 31, 31st ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 31. യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശം എന്ത്? മാക്സിമം 3 words മതി, 3-4 words. What was the purpose John writing this gospel? യോഹന്നാൻ ഈ സുവിശേഷം എഴുതിയതിന്റെ ഉദ്ദേശം. വലിച്ചാരി എഴുതി സമയം കളയണ്ട, ജസ്റ്റ് 3-4 വാക്ക്. ഓക്കെ, 32, അവനോടുകൂടെ മരിക്കാൻ നമുക്കും പോകാം. സന്ദർഭം വിശദീകരിക്കുക. ലെറ്റ്സ് ഗോ ഡൈ വിത്ത് ഹിം. എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ്. 32, ക്വസ്റ്റ്യൻ നമ്പർ 32 ആണ്. അവനോടുകൂടെ മരിക്കേണ്ടതിന് നമുക്കും പോകാം. ക്രൂശിലോട്ടെങ്ങാണ്ട് പോയപ്പം പറഞ്ഞല്ലേ, ഇത് ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ചെറിയ 2 വാക്കുകൾ അത് എഴുതിയാൽ മതി. അവനോടുകൂടെ മരിക്കേണ്ടത്. നിങ്ങൾ എഴുതി കഴിഞ്ഞെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ, സ്ക്രീൻ നോക്കി എഴുതിക്കോ, ഉത്തരം എഴുതിക്കോ. കുരിശിന്റെ ചോട്ടിലുണ്ടായിരുന്ന 33 33. കുരിശിന്റെ ചോട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ ആരെല്ലാം? കുരിശിന്റെ ചോട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ ആരെല്ലാം? അപ്പൊ യോഹന്നാന്റെ സുവിശേഷത്തിൽ മാത്രം എഴുതിയാൽ മതിയേ. കുരിശിന്റെ ചോട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ ആരെല്ലാം? Who were the women at the foot of the cross? കുരിശിന്റെ ചോട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ ആരെല്ലാം? ഒത്തിരി പേരുണ്ടായിരുന്നല്ലോ അവിടെ. നമ്മുടെ വ്യഭിചാര കുറ്റത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ. ഉത്തരം പറയല്ലോ അല്ലെ. ഓക്കെ, കുരിശിന്റെ ചോട്ടിലുണ്ടായിരുന്ന സ്ത്രീകൾ ആരെല്ലാം? 34ാമത്തെ ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരാരല്ല? നമ്മൾ അവരുടെ പേരുകളൊക്കെ സഭയുടെ ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുകയായിരുന്നു അല്ലെ. യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടവരാരല്ല? Who were crucified with Jesus? യേശുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടവരാരല്ല? 34. യേശുവിനോടുകൂടെ എത്ര പേര് ക്രൂശിക്കപ്പെട്ടു? 5-6 പേരുണ്ടായിരുന്നു തോന്നല്ലേ. അപ്പൊ 6 പേരുടെ പേരും എഴുതണം.
ഓക്കെ. 35. രഹസ്യമായി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. സന്ദർഭം വിശദീകരിക്കുക. അതായത് ഒരു ഘട്ടത്തിൽ യേശു ഇത് പറയുകയാണ്, രഹസ്യമായി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. ഐ ഹാവ് നോട്ട് സ്പോക്കൺ എനിത്തിങ് ഇൻ സീക്രട്ട്. എക്സ്പ്ലെയിൻ ദ കോണ്ടെക്സ്റ്റ്. കർത്താവ് പറയാണ്, ഞാൻ രഹസ്യമായിട്ട് ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. എപ്പം, എവിടെ വെച്ച്, ആരോട്. അറ്റ്ലീസ്റ്റ് എപ്പോഴെങ്കിലും പറഞ്ഞാൽ തന്നെ മാർക്ക് കിട്ടുക. 36. ഓക്കെ. 36ാമത്തെ ക്വസ്റ്റ്യൻ. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും ഇതര സുവിശേഷത്തിൽ നിന്നും മഹാനിയോഗത്തിന്റെ വാക്യങ്ങളും അതിന്റെ വ്യത്യസ്തതകളും എഴുതുക. മഹാനിയോഗത്തിന്റെ വാക്യങ്ങൾ, അതിന്റെ വ്യത്യസ്തതകൾ എഴുതണമെന്നില്ല, ജസ്റ്റ് മഹാനിയോഗത്തിന്റെ വാക്യങ്ങൾ എഴുതുക. എവിടെയൊക്കെയാണ് 4 സുവിശേഷത്തിലുള്ള മഹാനിയോഗത്തിന്റെ വാക്യങ്ങൾ? Write the verses and differences. Avoid the differences. Write the verses of the Great Commission from the Gospel of John and other synoptics or other Gospels. മഹാനിയോഗത്തിന്റെ വാക്യങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ സുവിശേഷങ്ങളിലെ വാക്യങ്ങൾ മാത്രം എഴുതിയാൽ മതി. മത്തായി 24:12 അങ്ങനെയൊക്കെയാണെന്ന് തോന്നുന്നു. പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ഉത്തരം പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക്. ഓക്കെ. മഹാനിയോഗത്തിന്റെ 4 സുവിശേഷത്തിലെ വാക്യം എഴുതുന്നതിന് മാത്രം സമയം. കുരിശിലെ ശീർഷകബന്ധ്, തലക്കെട്ട്, കുരിശിലെ ശീർഷകബന്ധ് ഏതെല്ലാം ഭാഷകളിൽ കുരിശിൽ ശീർഷകം എഴുതി വെച്ചു? യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്ന മാത്രം എഴുതിയാൽ മതി. കുരിശിലെ ശീർഷകബന്ധ് അത് ഏതെല്ലാം ഭാഷകളിൽ എഴുതി വെച്ചു? What was the title written on the cross? And which all the languages were the title written on the cross? 37 ആണ്. 37. എഴുതിയോ? ജെറുസലേമിന് ചുറ്റുമുള്ള താഴ്വരകൾ ഏതല്ല? 38 ആണ്. Which are the valleys around Jerusalem? ചുറ്റിലും താഴ്വരകൾ ഉണ്ടായിരുന്നു, നമ്മൾ പറഞ്ഞു. ജെറുസലേമിനെ ചുറ്റിയുള്ള താഴ്വരകൾ. Which are the valleys around or surround Jerusalem? 38 കേട്ടോ. ഏതെല്ലാം താഴ്വരകളായിരുന്നു ജെറുസലേമിന്റെ സറൗണ്ടിങ്സിൽ ഉണ്ടായിരുന്നു? 39. 39. ഞാൻ എഴുതിയത് എഴുതി. അത് പരീക്ഷയാണെങ്കിലും കൊള്ളാം. ഞാൻ എഴുതിയത് എഴുതി. സന്ദർഭം വിശദീകരിക്കുക. I wrote what I wrote. Explain the context. 39th question. ആര് പറഞ്ഞു, എപ്പോ പറഞ്ഞു? അതൊക്കെ സന്ദർഭം എന്ന് പറയുമ്പോൾ എന്തിനു പറഞ്ഞു? സാഹചര്യം എന്താണ്? നാൽപ്പതാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. ഞാൻ എഴുതി അത് 39 നമ്പർ എഴുതേണ്ടത്. ഈ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പർ നിങ്ങൾ എഴുതരുത്. ഓക്കെ. 39 എഴുതുക. ഇനി അടുത്ത 40 എഴുതുക. ഓക്കെ. 40. എന്തുകൊണ്ടാണ് യഹൂദ പ്രമാണിമാർ പീലാത്തോസിന്റെ പ്രട്ടോറിയത്തിൽ പ്രവേശിക്കാഞ്ഞ്? Why did the Jewish leaders not enter in Pilate Praetorium? അവിടെ അങ്ങനെ വലിയ സ്റ്റെപ്പോ എന്തോ ഉണ്ടായിരുന്നു. അപ്പം അവർക്ക് പ്രായമായവർക്കൊക്കെ കയറാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നടക്കാന്ന് തോന്നുന്നു. എന്തുകൊണ്ടാണ് യഹൂദ പ്രമാണിമാർ
പ്രട്ടോറിയത്തിൽ പ്രവേശിക്കാൻ. അതൊക്കെ 4 വാക്കൊന്നും എഴുതണ്ട, വളരെ ചുരുക്കി എഴുതിയാൽ മതി. ഓക്കെ, 41ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 41. ഓക്കെ, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങളുടെ സ്ക്രീനിൽ ഏറ്റവും മേളിൽ കാണുന്നതാണ് 41 ക്വസ്റ്റ്യൻ, 41st ക്വസ്റ്റ്യൻ. 41 എഴുതുക. Blessed are those who believe without seeing. Explain the context. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യ. സന്ദർഭം വിശദീകരിക്കുക. എപ്പോഴാണ് യേശു ഇത് പറയുന്നത്? അത് പറയാനിടയായ സാഹചര്യം. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നിങ്ങൾക്ക് അറിയാൻ തോന്നിയോ? യോഹന്നാൻ 12ാം അധ്യായത്തിൽ ലാസർ ഉയർത്തെഴുന്നേറ്റു. 11 ലാസർ ഉയർത്തെഴുന്നതിന്റെ ശേഷം കർത്താവ്, ഞാൻ ഉത്തരം പറയും. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. സന്ദർഭം വിശദീകരിക്കുക. Blessed are those who believe without seeing. Explain the context. Okay, 42 അല്ലേ? യോഹന്നാൻ 17ാം അധ്യായത്തിൽ യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിന് സമർപ്പിച്ച നിവേദനങ്ങൾ എന്തെല്ലാം? John chapter 70. What are the petitions? What are the petitions that Jesus submitted to the Father on behalf of his disciples in chapter 17? John chapter 17. യേശു ശിഷ്യന്മാർക്ക് വേണ്ടി പിതാവിന് സമർപ്പിച്ച നിവേദനങ്ങൾ എന്തെല്ലാം? പതിനേഴാം അധ്യായത്തിൽ ഏറ്റവും സമയമെടുത്ത് നമ്മൾ പഠിച്ച അധ്യായമാണ് 17ാം അധ്യായം. ഓക്കെ, ശിഷ്യന്മാർക്ക് വേണ്ടി സമർപ്പിച്ച നിവേദനങ്ങൾ. 43ാമത്തെ ക്വസ്റ്റ്യൻ 43 എന്ന് എഴുതുക. വാളും വടിയും എന്തിനെ സൂചിപ്പിക്കുന്നു? വാട്ട് ഡു ദി sword and the stick represent? വാളും വടിയും എന്തിനെ സൂചിപ്പിക്കുന്നു? 43 എന്നാണ് എഴുതേണ്ടത്. വാള്, വടി. വാളെന്തോ വെട്ടുന്നതിനെയും വടി ഇങ്ങനെ അടിക്കുന്നതിനെ അല്ലെ, അങ്ങനെ എന്തോ ആരും തോന്നുന്നു. വാളും വടിയും. അപ്പം 44ാമത്തെ ക്വസ്റ്റ്യനോട് കൂടെ ഈ 3 വാക്കിലൊക്കെ ഉത്തരം എഴുതാനുള്ള തീരുവാണ്. യോഹന്നാൻ സുവിശേഷം 17ാം അധ്യായത്തിൽ യേശുവിന്റെ പ്രാർത്ഥനയുടെ 3 തിരിവുകളുണ്ട്. What are the 3 divisions of Jesus's prayer in John chapter 17? 3 തരത്തിലാണ് യേശു പ്രാർത്ഥിക്കുന്നത്. 3 ഗ്രൂപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. 3 കാര്യത്തിന് വേണ്ടിയാണ് ഈശോ പ്രാർത്ഥിക്കുന്നത്. ജോൺ ചാപ്റ്റർ 17. 3 കാര്യത്തിന് വേണ്ടി യേശു പ്രാർത്ഥിക്കുന്നത് അല്ലേ? ഓക്കെ, ഇനി ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. ഫൈനൽ ക്വസ്റ്റ്യൻ 42 മാർക്കാണ് അടുത്ത ചോദ്യത്തിന്. ഇത്രയും വലിയൊരു ചോദ്യം അല്ലേ? ഇത് ആണ് ഈ ചോദ്യം നേരത്തെ പറഞ്ഞു തരികയും ചെയ്തു. അപ്പൊ 42 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇനിയുള്ളത്. അപ്പം നിങ്ങൾ മിസ് ചെയ്യുന്നത് എന്താണോ അതെന്ത് ചെയ്യും? അതിൻ്റെ അകത്ത് നഷ്ടപ്പെടും. യോഹന്നാന്റെ സുവിശേഷത്തിൽ എല്ലാ അധ്യായങ്ങളുടെ ഉള്ളടക്കം എഴുതുക. ബ്രീഫ് ദി സമ്മറി ഓഫ് ദി ചാപ്റ്റേഴ്സ് ഓഫ് ജോൺസ് ഗോസ്പൽ ഓർ ദി ഗോസ്പൽ ഓഫ് ജോൺ. അപ്പം അവിടെ തന്നെ നിങ്ങൾ 1ാം അധ്യായം 1 എഴുതുക. ആ പേപ്പറിന്റെ ഉള്ളിൽ നമ്മൾ മറ്റേ നമ്പർ എഴുതുന്ന സ്ഥലത്തല്ല, ഇപ്പുറത്തോട്ട് മാറി 1 എഴുതുക. 1ാം അധ്യായത്തിന്റെ വിശദീകരണം 2, 3 അങ്ങനെ 21 27 അധ്യായം കണ്ടുണ്ടെന്ന് തോന്നുന്നു. അതോ 18 ഉള്ളോ? എത്രയുണ്ടോ അത്രയും അധ്യായത്തിന്റെയും ഉള്ളടക്കം എഴുതുക. എത്രയെണ്ണം മിസ് ചെയ്യുന്ന അത്രയും മാർക്ക് കുറയും. മീൻ ടൈമിൽ ക്വസ്റ്റ്യൻസ് ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. അതൊന്ന്
നമ്മുടെ ഗ്രൂപ്പുകളിൽ ഇട്ട് കൊടുക്കാമെങ്കിൽ യാത്ര ചെയ്യുന്നവർക്കും എക്സാം എഴുതാൻ കഴിയും. മൊത്തം 45 മേജർ ക്വസ്റ്റ്യൻസാണ് വരുന്നത്. 21 യോഹന്നാൻ സുവിശേഷത്തിൽ എത്ര അധ്യായം ഉണ്ടോ അത്രയും അധ്യായത്തിന്റെ ആ വിശദീകരണങ്ങൾ പെട്ടെന്ന് എഴുതിക്കോ. ഗാലറി വ്യൂ ഒന്ന് തരൂ. അപ്പം ഗോസ്പൽ ഓഫ് ജോണിന്റെ നിങ്ങൾക്ക് എഴുതാം കേട്ടോ. ഞാൻ ജസ്റ്റ് കൺക്ലൂഡ് ചെയ്തിട്ട് പോവാണ്. നിങ്ങൾ എക്സാം എല്ലാം എഴുതി കഴിഞ്ഞിട്ട് പേപ്പർ അയച്ചു തന്നാട്ടെ. ഞാൻ വാലുവേറ്റ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഓക്കെ, 2 കാര്യങ്ങൾ പറയട്ടെ. ഒന്ന്, അടുത്ത ആഴ്ച അപ്പോസ്തലന്മാരുടെ നടപടികളുടെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. അപ്പൊ ആ ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ മാക്സിമം ഉള്ളവരെ ഈ ഒരു 2-3 ദിവസം കൊണ്ട് മാക്സിമം ആഡ് ചെയ്യാനായിട്ട് ഓർപ്പിക്കുന്നു. നെക്സ്റ്റ് ഫ്രൈഡേ അപ്പോസ്തലന്മാരുടെ നടപടികളുടെ മുഖവരയുമായി നമ്മൾ ഒരുമിച്ച് കാണും. അതിനു മുമ്പ് റിസൾട്ടുകളെ അനൗൺസ് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുകയാണ്. ഡെഫിനറ്റ്ലി ഇതിൽ പങ്കെടുത്ത് ഫൈനൽ എക്സാം എഴുതിയ എല്ലാവർക്കും നിങ്ങളുടെ വാലുവേഷൻ അനുസരിച്ചുള്ള റിവാർഡ്, അത് സർട്ടിഫിക്കറ്റ് ആയിട്ടും അപ്രിസിയേഷൻ ആയിട്ടും ഒക്കെ നിങ്ങളുടെ അടുക്കൽ എത്തുന്നതായിരിക്കും. ഇപ്പൊ എല്ലാം ഓൺലൈൻ ആയതുകൊണ്ട് ഓൺലൈൻ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കും അത് നിങ്ങളുടെ അടുക്കൽ എത്തുന്നത്. അപ്പം അത് സന്തോഷമാവട്ടെ. I just want to thank you all for your cooperation, your participation. May the good God bless you all. Thank you so much for joining. Gospel of John-ന്റെ എല്ലാ ഭാവങ്ങളും ഐശ്വര്യങ്ങളും നേരുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ഒരുമിച്ച് കാണണം. പെട്ടെന്ന് 21 അധ്യായം എഴുതുക. അഡ്മിനിസ്ട്രേറ്റർ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങളുടെ ആൻസർ ഷീറ്റ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. പറയുന്ന നമ്പറിലേക്ക് പെട്ടെന്ന് അയച്ചു തരിക. താങ്ക് യു. നമ്മളെ ഗ്രൂപ്പിൽ ക്വസ്റ്റ്യൻ പേപ്പർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആർക്കെങ്കിലും വീണ്ടും ഡിസ്പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് ഇട്ടാൽ മതി. വീണ്ടും ഡിസ്പ്ലേ ചെയ്യുന്നതാണ്.